ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ പാർലമെന്റിൽ എതിർപ്പുമായി പ്രതിപക്ഷം. കാട്ടാന ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം. ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഇടുക്കി MP. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ദോഷകരമായതൊന്നും അനുവദിക്കില്ല. ചൈനീസ് കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുമെന്ന് ശ്രീലങ്ക. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്ന് തമിഴ്നാട് മന്ത്രി I. പെരിയസ്വാമി. മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ കാറിൽ വലിച്ചിഴച്ച സംഭവം. 2 പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ. വാർത്തകൾ വിശദമായി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് 8 പേജുകളുള്ള ബില്ല് അവതരിപ്പിച്ചത്. തുടർന്നിവ വിശദ വിശകലനത്തിനായി ജോയിന്റ് കമ്മിറ്റിക്ക് കൈമാറും. ബില്ല് തിങ്കളാഴ്ച അവതരിപ്പിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് പിന്നീട് മാറ്റുകയായിരുന്നു. ബില്ല് പിൻവലിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എതിർപ്പുമായി സമാജ്വാദി പാർട്ടിയും രംഗത്തെത്തി. ബിൽ ഇന്ത്യയുടെ നാനാത്വം തകർക്കുമെന്നും ഏകാധിപത്യത്തിനുള്ള നീക്കമാണെന്നും സമാജ്വാദി പാർട്ടി ആരോപിച്ചു. ബില്ലിനെതിരെ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. എന്നാൽ സഭയിൽ മര്യാദ പാലിക്കണമെന്ന് സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ കൂടുതൽ കാര്യക്ഷമമായ മാർഗം വേണമെന്നും സ്പീക്കർ പറഞ്ഞു. ബില്ലിനെതിരെ കടുത്ത എതിർപ്പുമായി തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി. നിയമസഭകളെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണിത്. ഇത് തെരഞ്ഞെടുപ്പ് പരിഷ്കാരമല്ല, ഒരു വ്യക്തിയുടെ ആഗ്രഹ പൂർത്തീകരണം മാത്രമെന്ന് കല്യാൺ ബാനർജി MP പറഞ്ഞു. ബിൽ JPCക്ക് വിടണമെന്ന് DMK ആവശ്യപ്പെട്ടു. ബില്ലിനെ പിന്തുണച്ച് TDP രംഗത്തെത്തി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തെ ദൃഢമാക്കുന്ന തീരുമാനമെന്ന് TDP വ്യക്തമാക്കി. കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് അമിത് ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി തന്നെ JPCക്ക് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബില്ല് JPCക്ക് വിടാൻ എതിർപ്പില്ലെന്ന് നിയമമന്ത്രിയും വ്യക്തമാക്കി. അതിനിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാനുള്ള അവസാന നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ തുടങ്ങി. ഒരേ സമയം ലോക്സഭ, സംസ്ഥാന നിയമസഭ, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്ന ആശയം നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞു. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചതോടെ നിയമം നടപ്പിലാക്കാനുള്ള അവസാന നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. 2029 രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനാകുമെന്നാണ് സമിതിയുടെ ശുപാർശ. ഇരിങ്ങാലക്കുട രൂപതയുടെ ഈ വർഷത്തെ കേരള സഭാതാരം പുരസ്കാരം ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പിതാവ്, പ്രശസ്ത വചനപ്രഘോഷകനും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ സഹസ്ഥാപകനുമായ ഫാദർ മാത്യു നായ്ക്കമ്പറമ്പിൽ BCക്ക് സമ്മാനിച്ചു. ഡിസംബർ 14-ന് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് ഹൌസിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു അവാർഡ് ദാനം. 80കളുടെ അവസാനം മുതൽ ഇപ്പോഴും തുടരുന്ന ആത്മീയ നേതൃത്വത്തിനുള്ള ആദരവിന്റെയും അംഗീകാരത്തിന്റെയും മുദ്രയായിട്ടാണ് ഇരിങ്ങാലക്കുട രൂപത അദ്ദേഹത്തിന് കേരള സഭാതാരം അവാർഡ് സമ്മാനിച്ചത്. ഇരിങ്ങാലക്കുട രൂപതയുടെ മുഖപത്രമായിട്ടുള്ള കേരള സഭയുടെ ഈ വർഷത്തെ 2024 വർഷത്തെ കേരള സഭാതാരം അവാർഡ് ഏറെ സന്തോഷത്തോടുകൂടെ ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കാമ്പറമ്പ് അച്ഛന് നൽകുവാനായിട്ട് തീരുമാനിച്ചു വരും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. സഭയിലെ, സമൂഹത്തിലെ മികവുറ്റ സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ, അത് ഏത് തലത്തിലായാലും അപ്രകാരമുള്ള വ്യക്തികളെ ആദരിക്കുക എന്നുള്ളതാണ് ഈ അവാർഡിൻ്റെ ലക്ഷ്യം. അത് മെത്രാന്മാർക്ക് നൽകിയിട്ടുണ്ട്, വൈദികർക്ക് നൽകിയിട്ടുണ്ട്, സമർപ്പിതർക്ക് നൽകിയിട്ടുണ്ട്, ആത്മായ സുഹൃത്തുക്കൾക്ക് നൽകിയിട്ടുണ്ട്. സഭാപരമായിട്ട്, സാമൂഹ്യമായിട്ട്, വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ അനിതര സാധാരണമായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്നവരെ കേരളത്തിലെ സഭയിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെ അംഗീകരിക്കുകയും അവരുടെ സേവനങ്ങളെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ വർഷം ജൂറി തിരഞ്ഞെടുത്തിരിക്കുന്നത് മാത്യു നായ്ക്കാമ്പറമ്പിൽ അച്ഛനെയാണ്. കേരളത്തിൽ, അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്ത്, ഭാരതത്തിന് പുറത്തും കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട്
തുടക്കം കുറിച്ച വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ്റേത്. ഇന്ന് പോട്ട കേന്ദ്രമായിട്ട് ആരംഭിച്ച ഈ നവീകരണ പ്രസ്ഥാനം ഡിവൈനും അതിലുപരി കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും ഈ നവീകരണ പ്രവർത്തനം വഴിയായിട്ട് ധാരാളം പേർക്ക് ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ അച്ഛൻ തുടക്കം കുറിച്ച ഈ നവീകരണ പ്രസ്ഥാനം കൊണ്ട് സാധിച്ചു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ കണ്ടുകൊണ്ടാണ് മാത്യു അച്ഛനെ ഈ അവാർഡിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടെ മാത്യു അച്ഛനെയും അച്ഛനോടൊപ്പം പ്രവർത്തിച്ച പനക്കലച്ഛനെയും മറ്റ് പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. വിൻസെൻഷ്യൻ സമർപ്പിത സമൂഹത്തെയും പോട്ട ധ്യാന കേന്ദ്രത്തെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും തുടർന്ന് ആരംഭിച്ചിട്ടുള്ള മറ്റെല്ലാ പ്രവർത്തന മേഖലകളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രശസ്ത വചന പ്രഘോഷകനും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ സഹസ്ഥാപകനുമായ ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ VC-ക്ക് ഇരിങ്ങാലക്കുട രൂപത കേരള സഭാതാരം അവാർഡ് സമർപ്പിക്കുമ്പോൾ അത് 80കളുടെ അവസാനം മുതൽ ഇപ്പോഴും തുടരുന്ന ആത്മീയ നേതൃത്വത്തിനുള്ള ആദരവിന്റെയും അംഗീകാരത്തിന്റെയും മുദ്രയാകുന്നു. കേരളത്തിന്റെ ആത്മീയ മണ്ഡലത്തിൽ ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ 4 പതിറ്റാണ്ട് മുൻപ് തുറന്നുവിട്ട ആധ്യാത്മിക നവീകരണത്തിന്റെ കൊടുങ്കാറ്റ് ചെറുതായിരുന്നില്ല. കരിസ്മാറ്റിക് ധ്യാനരീതി 1970കൾ മുതൽ കേരളത്തിൽ നിലവിലുണ്ടായിരുന്നുവെങ്കിലും വിൻസെൻഷ്യൻ സന്യാസ സഭയുടെ കീഴിലുള്ള പോട്ടാശ്രമത്തിലൂടെ ഉരുത്തിരിഞ്ഞുവന്ന പോപ്പുലർ മിഷൻ ധ്യാനം വളരെ പെട്ടെന്ന് ജനലക്ഷങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും നിറഞ്ഞു നിന്ന വർഷങ്ങളിൽ പോട്ടയും ഡിവൈനും കേന്ദ്രീകരിച്ച് വളർന്ന ഫലം ചൂടിയ ആത്മീയ തീർത്ഥാടനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഫാദർ മാത്യു നായിക്കമ്പറമ്പിലും ഫാദർ ജോർജ് പനക്കലും മറ്റ് ടീമംഗങ്ങളുമാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. 1987 ജനുവരി 1 സമാരംഭിച്ച പോട്ട ദൈവവചന ശുശ്രൂഷ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഏതാണ്ട് 78ഓളം രാജ്യങ്ങളിൽ പോയി വചനം പ്രസംഗിക്കാൻ കിട്ടിയ കാരുണ്യവും അനേക ആയിരങ്ങളും അനേക ലക്ഷങ്ങളും ഈ ശുശ്രൂഷയിൽ സജീവ പങ്കാളികളായതും അനേകം അഭിവന്യ പിതാക്കന്മാരിൽ നിന്നും വൈദികരിൽ നിന്നും സമർപ്പിതരിൽ നിന്നും പ്രോത്സാഹനം കിട്ടിയതും നന്ദിയോടെ ഓർക്കുന്നു. ഇതിനെല്ലാത്തിനും കൂടെ ഒരു അംഗീകാരമായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു സമ്മാനമായിട്ട് ഈ അവാർഡിനെ പരിഗണിച്ച് നന്ദി പറയുന്നു. നല്ലവനായ ദൈവത്തിന് സ്തുതി, സ്തോത്രം, ആരാധന. കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ജനവാസ മേഖലകളിലും കൃഷിസ്ഥലത്തും വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം സംസ്ഥാന സർക്കാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും അലംഭാവമാണെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാനാക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 2 പേരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം ആവശ്യമാണെന്നും ഡീൻ കുര്യാക്കോസ് MP ഫേസ്ബുക്കിൽ കുറിച്ചു. തിങ്കളാഴ്ച രാത്രി 8:45-നും 9 മണിക്കുമിടയ്ക്കാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. കൊടിയാട്ട് എൽദോസാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത്. ജോലി കഴിഞ്ഞ് KSRTC ബസ്സിൽ വന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് കാട്ടാന എൽദോസിനെ ആക്രമിച്ചത്. ഉരുളൻ തണ്ണി ഫോറസ്റ്റ് സ്റ്റേഷന് 1/2 കിലോമീറ്റർ അകലെയാണ് സംഭവം. എൽദോസിന് പിന്നാലെ വന്നിരുന്നയാൾ പറഞ്ഞാണ് വിവരം പുറലോകം അറിഞ്ഞത്. സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ടും വനംവകുപ്പ് വേണ്ട രീതിയിൽ നടപടികൾ എടുത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എൽദോസിന്റെ മരണം പുറത്തറിഞ്ഞതോടെയുണ്ടായ പ്രതിഷേധം കളക്ടർ എത്തി ഉറപ്പ് നൽകിയതിനു ശേഷമാണ് അടങ്ങിയത്. മൃതദേഹം സ്ഥലത്ത് നിന്ന് മാറ്റാൻ നാട്ടുകാർ സമ്മതിച്ചില്ല. പ്രതിഷേധം 5 മണിക്കൂറോളം നീണ്ടു. കളക്ടർ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പുലർച്ചെ 2-നാണ് പ്രതിഷേധം അവസാനിച്ചത്. അതിനിടെ കാട്ടാനാക്രമണത്തിൽ എൽദോസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരിച്ച് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ രംഗത്തെത്തി. ഹൃദയവേദന ഉണ്ടാക്കുന്ന സംഭവമാണുണ്ടായത്. സംഭവത്തെ തുടർന്നുണ്ടായ ജനകീയ പ്രതിഷേധം സ്വാഭാവികമാണെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. അപകടം അറിഞ്ഞ ഉടൻ തന്നെ കളക്ടറുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം സംഭവസ്ഥലത്ത് നേരിട്ടെത്തി വിലയിരുത്തി. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജനങ്ങളുമായി സംസാരിച്ചിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ് സംഘർഷ സാധ്യത ഒഴിവാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങേയറ്റം ദൗർഭാഗ്യകരവും ഹൃദയവേദന ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യമാണ്. രാത്രിയിൽ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന വഴിയാണ്
എൽദോസിനെ കാട്ടാൻ ആക്രമിക്കുകയും കൊല്ലപ്പെടുകയും ഉണ്ടായത്. അവിടെ അതുമായി ബന്ധപ്പെട്ട് വലിയ ജനകീയ രോഷം ഉയർന്നു വരികയുണ്ടായി. അതിൽ അസ്വാഭാവികമായ ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായി കൊല്ലപ്പെടുക എന്നത് ആർക്കും അംഗീകരിക്കാനോ ഉൾക്കൊള്ളുവാനോ കഴിയാവുന്ന ഒരു കാര്യമല്ല. എന്നാൽ ആ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കളക്ടർമാരുമായി ഞാൻ ബന്ധപ്പെടുകയുണ്ടായി. എറണാകുളം ജില്ലാ കളക്ടറോട് ആ കാര്യത്തിൽ മോണിറ്ററിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശവും നൽകി. അവിടെ വനം വകുപ്പിലെയും റവന്യൂവിലെയും ഉദ്യോഗസ്ഥന്മാരെത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും ചെയ്തെങ്കിലും ജില്ലാ കളക്ടർ എത്തി അവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രമേ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന നിലപാട് അവർ സ്വീകരിച്ചു. ഇതേ തുടർന്ന് വളരെ വൈകിയാണെങ്കിലും രാത്രി വൈകിയാണെങ്കിലും ജില്ലാ കളക്ടർ അവിടെ എത്തുകയും ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അവ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തതോടുകൂടിയാണ് സംഘർഷത്തിന് അയവ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം തുടങ്ങിയ സാധാരണ നടത്തിവരുന്ന നിയമപരമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്നലെ തന്നെ കളക്ടറുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് കൊടുക്കാനുള്ള സഹായധനം 10 ലക്ഷം 2 ഗഡുക്കളായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിലും ഒരുമിച്ച് ഇന്ന് തന്നെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം അങ്ങനെ ചെയ്യാമെന്ന് അവരോട് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. പിന്നെയുള്ളത് ഈ വരുന്ന വഴിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നാണ്. അത് നേരത്തെ കിട്ടിയ ഫെൻസിങ്ങുകൾ ഏരിയകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നശിച്ചു പോയിട്ടുണ്ട്. ട്രെഞ്ച് കുഴിക്കാനുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞിട്ടിരുന്നില്ല. എന്നാൽ ഇന്നലെ തന്നെ കളക്ടർ കൂടി നടത്തിയ ചർച്ചയിൽ അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ട്രെഞ്ച് കുഴിക്കാനും മറ്റ് സ്ഥലങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കാനുമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടായി. കാരണം നടപടി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ഇതിനുള്ള അനുവാദം നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ടെൻഡർ നടപടികൾ ആരംഭിച്ചു. 3 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ആരും വരാം. അപ്പോൾ അതൊരു നടപടിക്രമങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ആരും വരാതിരുന്നാൽ മാത്രമേ നെഗോസിയേഷനിൽ സാധിക്കുകയുള്ളൂ. ഇന്നലെ തന്നെ ഇന്ന് ട്രെഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോതമംഗലം MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവിടെ എത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സമാധാന അന്തരീക്ഷമുള്ളത് ജില്ലാ കളക്ടർ മുഖാന്തരം ഗവൺമെൻറ് നൽകിയ ഉറപ്പുകൾ സമയബന്ധിതമായി പാലിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. വയനാട് മാനന്തവാടി കൂടൽക്കടവിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ 2 പ്രതികൾ പിടിയിൽ. മാനന്തവാടി പോലീസാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഹർഷിത്, അഭിരാം എന്നിവരാണ് പിടിയിലായത്. വിഷ്ണു, നബീൽ എന്നിവരെയാണ് ഇനിയും പിടികൂടാനുള്ളത്. ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഹർഷിദിനെയും അഭിരാമിനെയും കസ്റ്റഡിയിൽ എടുത്തത്. ബാംഗ്ലൂർ ബസ്സിൽ കൽപ്പറ്റയിലേക്ക് വരുമ്പോഴായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. പ്രതികൾക്കെതിരെ വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാദനെ വലിച്ചിഴച്ച കാർ കണ്ടെത്തി പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചിരുന്നു. കണിയാമ്പറ്റയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. വാഹനം മാനന്തവാടി സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത്. വയനാട് മാനന്തവാടി കൂടൽക്കടവിലാണ് ആദിവാസി യുവാവ് മാദനെ റോഡിലൂടെ വലിച്ചിഴച്ച ക്രൂരത അരങ്ങേറിയത്. വിനോദസഞ്ചാരികളാണ് കാറിൽ കൈ ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ചത്. കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായി പരിക്കേറ്റ ആദിവാസി യുവാവ് മാദനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചെക്ക് ഡാം കാണാനെത്തിയ യുവാക്കൾ കൂടൽക്കടവിൽ വെച്ച് മറ്റൊരു കാർ യാത്രക്കാരുമായി വാക്കുതർക്കം ഉണ്ടായി. ഇതിൽ ഇടപെട്ട നാട്ടുകാർക്ക് നേരെയായി പിന്നീട് അതിക്രമം. പ്രദേശവാസിയായ ഒരു അധ്യാപകനെ കല്ലുകൊണ്ട് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ മാദൻ തടഞ്ഞു. കാറിൽ വിരൽ കുടുങ്ങിയ മാദനെ കൈ വാഹനത്തോട് ചേർത്ത് പിടിച്ച് 1/2 കിലോമീറ്ററോളം ടാറിട്ട റോഡിലൂടെ യുവാക്കൾ വലിച്ചിഴച്ചു. പിന്നാലെ വന്ന കാർ യാത്രക്കാർ ബഹളം വെച്ചതോടെയാണ് മാദനെ വഴിയിൽ ഉപേക്ഷിച്ചത്. കൈക്കും കാലിനും ശരീരത്തിന്റെ പിൻഭാഗത്തും സാരമായ പരിക്കേറ്റിട്ടുണ്ടെന്ന് മാദൻ പറഞ്ഞു.
ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഹാനികരമായ ഒരു തരത്തിലും തങ്ങളുടെ പ്രദേശം ഉപയോഗിക്കുവാൻ അനുവദിക്കില്ലെന്ന ഉറപ്പ് നൽകി ശ്രീലങ്ക. ഇന്ത്യൻ സന്ദർശനത്തിനിടെ സംയുക്ത പ്രസ്താവനയിലാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ ഉറപ്പ്. ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്ന മിഷൻ ഇന്ത്യൻ മഹാസമുദ്രം ദൗത്യവുമായി ചൈന മുന്നോട്ടു പോകുമ്പോഴാണ് ഇന്ത്യക്ക് ഉറപ്പ് നൽകി ശ്രീലങ്ക രംഗത്തെത്തിയത്. ചൈനയുടെ കടം തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ശ്രീലങ്കയിലെ ഹമ്പൻടോട്ട തുറമുഖം ഏറ്റെടുത്ത ചൈന നാവിക നിരീക്ഷണവും ചാരക്കപ്പലുകളും നങ്കൂരമിടുന്നത് തുടരുകയാണ്. 25,000 ടൺ ഭാരമുള്ള ഉപഗ്രഹ ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കിംഗ് കപ്പലായ യുവാൻ വാങ് 5 ഒന്നിലധികം തവണ ഹമ്പൻടോട്ടയിൽ നങ്കൂരമിട്ടിരുന്നു. പിന്നാലെ 2022 ഓഗസ്റ്റിൽ ഇന്ത്യ ആശങ്കയറിയിച്ചു. തുടർന്ന് ശ്രീലങ്ക ചൈനയോട് ചാരപ്രവർത്തനം നിർത്താനും കപ്പലിന്റെ നങ്കൂരമിടൽ നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചൈനീസ് കപ്പലിനെ ഡോക്ക് ചെയ്യാൻ വീണ്ടും അനുവദിച്ചു. അതിനുശേഷം ചൈനീസ് നിരീക്ഷണ കപ്പലുകളും ചാരക്കപ്പലുകളും പതിവായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ പെട്രോളിംഗ് നടത്തുകയും ഹമ്പൻടോട്ടയിൽ ഡോക്കിംഗ് നടത്തുകയും ചെയ്തിരുന്നു. ശക്തമായ ട്രാക്കിംഗ്, സെൻസിംഗ്, കമ്മ്യൂണിക്കേഷൻ റിലേ സിസ്റ്റം എന്നിവ ഉപയോഗിച്ച് യുവാൻ വാങ് 5-നെ വിദേശ ഉപഗ്രഹങ്ങൾ, ഏരിയൽ അസറ്റുകൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവ കണ്ടെത്താൻ കഴിയും. തുറമുഖത്തിന്റെ നിർമ്മാണത്തിനായി കൊളംബോ എടുത്ത $1.7 ബില്യൺ വായ്പയ്ക്ക് പ്രതിവർഷം $100 മില്യൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് 99 വർഷത്തെ പാട്ടത്തിന് ചൈന ഹമ്പൻടോട്ട തുറമുഖം ഏറ്റെടുത്തിരുന്നു. ഈ അവസരത്തിലാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഹാനികരമായ ഒരു തരത്തിലും ഉപയോഗിക്കില്ലെന്ന് വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയും കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ നടത്തിയ സംഭാഷണത്തിൽ ഉഭയകക്ഷി ബന്ധത്തിന്റെ പ്രാധാന്യം ചർച്ച ചെയ്തു. 2022 സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്തും അതിനുശേഷവും ശ്രീലങ്കയിലെ ജനങ്ങൾക്ക് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് പ്രസിഡന്റ് ദിസനായക അഭിനന്ദനം അറിയിച്ചു. ഉഭയകക്ഷി ബന്ധം വർഷങ്ങളായി ആഴത്തിലുള്ളതാണെന്നും രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് കാര്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്നും ഇരു നേതാക്കളും അംഗീകരിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്ന് തമിഴ്നാട് ഗ്രാമവികസന മന്ത്രി ഐ പെരിയസ്വാമി. തമിഴ്നാടിന്റെ സ്വപ്നം DMK സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നും പെരിയസ്വാമി പറഞ്ഞു. തേനിയിൽ മഴക്കെടുതി വിലയിരുത്തിയ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം. അണക്കെട്ടിലെ ജലസംഭരണം വർദ്ധിപ്പിക്കുന്നത് ജനങ്ങളുടെ സ്വപ്നമാണെന്നും നിലവിലെ DMK സർക്കാർ അത് നിറവേറ്റുമെന്നും പെരിയസ്വാമി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമിയും വിട്ടു നൽകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തേനിയിൽ മഴക്കെടുതി മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ പരാമർശം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചിരുന്നു. തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് സ്റ്റാലിൻ വിശദീകരണം നൽകിയത്. മുല്ലപ്പെരിയാർ അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ അനുമതിയില്ലാതെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്ന സാധനങ്ങൾ കഴിഞ്ഞ ആഴ്ച വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കേരള വനം വകുപ്പ് തടഞ്ഞിരുന്നു. ഇതിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷമായ AIADMK രംഗത്തെത്തിയതോടെയാണ് സ്റ്റാലിന്റെ പ്രതികരണം ഉണ്ടായത്. 7 ജോലികൾക്കാണ് ഉപാധികളോടെ അനുമതി. ഇടുക്കി MI ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ ചുമതലപ്പെടുത്തുന്ന മറ്റൊരു ഉദ്യോഗസ്ഥന്റെയോ സാന്നിധ്യത്തിൽ മാത്രമേ പ്രവൃത്തികൾ നടത്താൻ സാധിക്കുകയുള്ളൂ. സിറിയയിലെ വിമതരുടെ അട്ടിമറിയിൽ ആദ്യമായി പ്രതികരിച്ച സിറിയൻ മുൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ്. സിറിയയിൽ നടന്നത് തീവ്രവാദ പ്രവർത്തനമാണെന്നും സിറിയ വിടാൻ നേരത്തെ തീരുമാനിച്ചിരുന്നില്ലെന്നും ബാഷർ അൽ അസദ് പറഞ്ഞു. റഷ്യയിൽ അഭയം തേടുന്നതിനെക്കുറിച്ച് ഒരിക്കലും ആലോചിച്ചിരുന്നില്ലെന്നും അത്തരമൊരു നിർദ്ദേശവും തനിക്ക് മുന്നിൽ വന്നിട്ടില്ലെന്നും അസദ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മോസ്കോയിൽ അഭയം തേടി 9 ദിവസം പിന്നിടുമ്പോഴാണ് ആദ്യ പ്രതികരണവുമായി അസദ് പുറത്തുവരുന്നത്. പ്രസിഡന്റ് ബാഷർ അൽ അസദ് എന്ന പേരിലാണ് പ്രസ്താവന. ഡിസംബർ 8 രാത്രിയാണ് അസദ് സിറിയ വിട്ടത്. തീവ്രവാദികൾക്കെതിരെ പൊരുതുക തന്നെയായിരുന്നു ലക്ഷ്യം. വ്യക്തിപരമായ നേട്ടത്തിനായി ഒന്നും ചെയ്തിട്ടില്ല. രാജ്യം തീവ്രവാദികളുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ പദവിയിൽ തുടരുന്നത് അർത്ഥശൂന്യമാണ്. എന്നാൽ സിറിയൻ ജനതയോടുള്ള ബന്ധത്തിന് ഇളക്കം തട്ടില്ല. രാജ്യം വീണ്ടും സ്വതന്ത്രമാകുമെന്നാണ് പ്രതീക്ഷയെന്നും അസദ് പറയുന്നു. ഡിസംബർ 8 പുലർച്ചെ വരെ ദമാസ്കസിലുണ്ടായിരുന്നു. റഷ്യൻ വ്യോമതാവളം ആക്രമിച്ചപ്പോഴാണ് തനിക്ക് രാജ്യം വിടേണ്ടി വന്നത്. ഡ്രോൺ ആക്രമണം ഉണ്ടായതോടെ റഷ്യ തന്നെ അടിയന്തരമായി മാറ്റുകയായിരുന്നുവെന്നും അസദ് പറയുന്നു. അതേസമയം അട്ടിമറിയിൽ പുറത്താക്കപ്പെട്ട
സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദ് ഏകദേശം $250 മില്യൺ മോസ്കോയിലേക്ക് കടത്തിയതിനു ശേഷമാണ് രക്ഷപ്പെട്ടതെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2018-19 കാലയളവിൽ ഏകദേശം 2 ടൺ $100 നോട്ടുകളും 500 യൂറോയുടെ കറൻസി നോട്ടുകളും ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കറൻസി നോട്ടുകൾ മോസ്കോയിലെ വെനക്കോവോ വിമാനത്താവളത്തിലെത്തിച്ച ശേഷം റഷ്യൻ ബാങ്കുകളിൽ നിക്ഷേപിച്ചു. ഇതേ കാലയളവിൽ അസദിന്റെ ബന്ധുക്കൾ റഷ്യയിൽ രഹസ്യമായി സ്വത്തുക്കൾ വാങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ 2 വർഷത്തിനുള്ളിൽ റഷ്യൻ ബാങ്കുകൾക്ക് $250 മില്യൺ കറൻസി നോട്ടുകൾ ലഭിച്ചതായി ഒരു രേഖയും ഇല്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത്, ഇന്ധന കള്ളക്കടത്ത് എന്നിവയിൽ നിന്ന് അസദും അദ്ദേഹത്തിന്റെ സഹായികളും പണം സമ്പാദിച്ചതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഔട്ട്ലെറ്റ് പറഞ്ഞു. 2011 സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് വർഷങ്ങളോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന് ശേഷം ഹയാത്ത് തഹീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള 11 ദിവസത്തെ ആക്രമണത്തെ തുടർന്ന് ഡിസംബർ 8 സിറിയയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നാലെ അസദ് സിറിയയിൽ നിന്ന് റഷ്യയിലേക്ക് പലായനം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ്. അന്വേഷണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അന്വേഷണം നടത്തി 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് നൽകണമെന്നും അദ്ദേഹം അറിയിച്ചു. 6 അംഗ സമിതിയെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചത്. ചോദ്യപേപ്പർ വിതരണത്തിൽ വീഴ്ച ഉണ്ടെങ്കിൽ പരിഹരിക്കും. ചോർച്ച സംബന്ധിച്ച് അരമണിക്കൂറോളം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചുവെന്നും കർശന നടപടിയെടുക്കാനാണ് തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. വിഷയത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ചോദ്യപേപ്പർ അച്ചടിച്ചത് C-ആപ്റ്റിലാണെന്നും BRCകൾ വഴിയാണ് ചോദ്യപേപ്പർ വിതരണം ചെയ്തതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപേപ്പറുകൾ വളരെ നേരത്തെ സ്കൂളുകളിൽ എത്താറുണ്ട്. ഇത്തരം സംഭവം മേലിൽ ആവർത്തിക്കാതിരിക്കാനാണ് നടപടി. അധ്യാപകർ സ്കൂളുകൾക്ക് മുന്നിലെ ട്യൂഷൻ കേന്ദ്രങ്ങളിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യവും അന്വേഷിക്കും. MS സൊല്യൂഷൻസ് പരിധികളെല്ലാം ലംഘിച്ചെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കുക സമൂഹത്തിന്റെയാകെ ഉത്തരവാദിത്തമാണ്. സ്ഥാപനം മര്യാദയുടെ പരിധികൾ ലംഘിച്ചു. പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുന്ന വിധത്തിൽ സ്ഥാപനം പ്രവർത്തിച്ചുവെന്നും മന്ത്രി വിമർശിച്ചു. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ മാറ്റം വരുത്തുമെന്നും വിരമിച്ചൊരു അധ്യാപകനെ MS സൊല്യൂഷനുമായി ബന്ധമുണ്ടെന്ന് DDEയുടെ റിപ്പോർട്ട് കിട്ടിയെന്നും മന്ത്രി പറഞ്ഞു. അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ എടുക്കൽ അന്വേഷിക്കാനും തീരുമാനമായിട്ടുണ്ട്. ചില അധ്യാപകർ പകുതി സമയം സ്കൂളിലും പകുതി സമയം ട്യൂഷൻ ക്ലാസ്സിലുമാണ്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും. സ്വകാര്യ ട്യൂഷൻ സെന്ററായ MS സൊല്യൂഷൻസ് മര്യാദയുടെ അതിർവരമ്പുകൾ ലംഘിച്ചു. സ്വാർത്ഥ ലാഭമായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ കർശന നടപടികളുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാകുന്നതിനിടെ ധനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചു. ധനമന്ത്രി സ്ഥാനത്ത് തുടരേണ്ടെന്നും മന്ത്രിസഭയിൽ മറ്റൊരു പദവി നൽകാമെന്നും ട്രൂഡോ പറഞ്ഞ സാഹചര്യത്തിലാണ് രാജിയെന്ന് ക്രിസ്റ്റിയ പറഞ്ഞു. ട്രൂഡോയുടെ നിലപാടിനെ കുറിച്ചോർത്തപ്പോൾ സത്യസന്ധവും പ്രായോഗികവുമായ ഏകമാർഗം രാജിവെക്കുക എന്നതാണെന്ന് ക്രിസ്റ്റിയ എക്സിൽ കുറിച്ചു. കുടിയേറ്റം, സാമ്പത്തിക പ്രതിസന്ധി, US-ഉമായും ഇന്ത്യയുമായുള്ള നയതന്ത്ര വ്യാപാര തർക്കങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് രാജി. നമ്മുടെ രാജ്യം ഇന്ന് കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന് രാജിക്കത്തിൽ സൂചിപ്പിച്ച ക്രിസ്റ്റിയ തെക്കൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ 25% ഇറക്കുമതി തീരുവ കൂട്ടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ കുറിച്ചും പ്രതിപാദിച്ചു. മാധ്യമപ്രവർത്തകയായിരുന്ന ക്രിസ്റ്റിയ ഫ്രീലാൻഡ് 2013 പാർലമെന്റിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2 വർഷത്തിന് ശേഷം ലിബറലുകൾ അധികാരത്തിൽ എത്തിയപ്പോൾ ട്രൂഡോ മന്ത്രിസഭയിലെ അംഗമായി. വ്യാപാരം, വിദേശകാര്യം വകുപ്പുകളുടെ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ നിരവധി പദവികൾ വഹിച്ചു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായി സ്വതന്ത്ര വ്യാപാര ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങളോടുള്ള കാനഡയുടെ പ്രതികരണങ്ങൾ അറിയിക്കാനുള്ള ചുമതലയും ഈയിടെ അവർക്ക് നൽകിയിരുന്നു. ഫ്രാൻസിലെ ദ്വീപ് സമൂഹമായ മയോട്ടയെ തകർത്തെറിഞ്ഞ ചിഡോ ചുഴലിക്കാറ്റ്. നൂറ്റാണ്ടിലെ ഏറ്റവും ഭീകരമായ ചുഴലിക്കാറ്റെന്ന് വിലയിരുത്തപ്പെടുന്ന ചിഡോ ചുഴലിക്കാറ്റിൽ ആയിരക്കണക്കിന് ജനങ്ങൾ മരിച്ചതായാണ് ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോട്ടോ ദ്വീപ് സമൂഹത്തിലാണ് ചുഴലിക്കാറ്റ് സർവനാശം വിതച്ചിരിക്കുന്നത്.
ദ്വീപ് സമൂഹത്തിന്റെ പല മേഖലയിലേക്കും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ പോലും സാധിച്ചിട്ടില്ലെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 90 വർഷത്തിനിടെ ദ്വീപിനെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണിതെന്ന് ഫ്രഞ്ച് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ദ്വീപുകളിലെ വൈദ്യുതി, ഇന്റർനെറ്റ് തുടങ്ങി എല്ലാ സംവിധാനങ്ങളും തകർന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. പാരീസിൽ നിന്ന് 8000 കിലോമീറ്റർ അകലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മഡഗാസ്കറിനും മൊസാംബിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് മയോട്ട. ഏറ്റവും ഭയാനകമായ മണിക്കൂറുകളിലൂടെയാണ് മയോട്ടയിലെ ജനങ്ങൾക്ക് കടന്നുപോകേണ്ടി വന്നത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു. അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ കണക്കാക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടാണെന്നും 1000-ലധികം ജനങ്ങൾ മരിച്ചിട്ടുള്ളതായാണ് വിലയിരുത്തുന്നതെന്നും ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെയാണ് മൊസാംബിക്കിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള പെമ്പയിലാണ് ചിഡോ ചുഴലിക്കാറ്റ് കരതൊട്ടത്. കെട്ടിടങ്ങൾ വലിയ രീതിയിൽ തകർക്കുകയും വൈദ്യുതി തടസ്സവും ചുഴലിക്കാറ്റ് മയോട്ടയിൽ സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ 90 വർഷത്തിനിടെ ഈ പ്രദേശത്തുണ്ടായ ഏറ്റവും വിനാശകാരിയായ ചുഴലിക്കാറ്റാണ് ചിഡോ. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.